തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പ്രധാനമന്ത്രി പ്രസംഗിച്ച സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ ശ്രമം യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു. കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് പിന്നോക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഗൂഢാലോചന നടന്നതായും സുരേന്ദ്രൻ. എരുമപ്പെട്ടി തയ്യൂരിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച യുവതിക്ക് ദാരുണാന്ത്യം. പുത്തൻ പീടികയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. രാജ്യത്ത് ശ്രദ്ധേയമായ രീതിയിൽ കേബിൾ TV, ഇന്റർനെറ്റ് മേഖലകളിൽ വളരെയേറെ ഉയരത്തിലെത്താൻ കേരള വിഷന് കഴിഞ്ഞെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ. ദീർഘവീക്ഷണവും സൂക്ഷ്മമായ വിശകലനത്തോടെയുള്ള പ്രവർത്തനവുമാണ് കേരള വിഷന് വളർച്ച നേടാൻ കഴിഞ്ഞതെന്നും ഗോവിന്ദൻ. തൃശൂർ കുറ്റൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. ഫാൻസി ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. 5 ലക്ഷം രൂപയുടെ നഷ്ടം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പ്രധാനമന്ത്രി വന്നുപോയ വേദിയിൽ ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് ശ്രമമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. വടക്കുന്നാഥ ക്ഷേത്രം മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മോദിയുടെ രാഷ്ട്രീയ പ്രചാരണ പരിപാടിക്കായി ക്ഷേത്ര മൈതാനിയിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമടക്കം നിരവധി മരങ്ങൾ നശിപ്പിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് മാ നിഷാദ എന്ന പേരിൽ സംരക്ഷണ വലയം തീർക്കാനായിരുന്നു ശ്രമം. എന്നാൽ പ്രതിഷേധവുമായി നായ്ക്കനാലിലെ വേദി പരിസരത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സ്ഥലത്തുണ്ടായിരുന്ന യുവമോർച്ച BJP പ്രവർത്തകർ ചേർന്ന് തടഞ്ഞു. ഇതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. തുടർന്ന് KSU പ്രവർത്തകരും BJP ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രബുൽ കൃഷ്ണ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയതോടെ ഇരുഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി. ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടല്ല ആൽമരം മുറിച്ചത്. ഡിസംബർ 22-ാം തീയതി ഈ ആൽമരം പൊട്ടി വീണ് 2 സെക്യൂരിറ്റി ജീവനക്കാർക്ക് അപകടം പറ്റി. അപകടം പറ്റിയതിനെ തുടർന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ഈ മരം മുറിച്ചു മാറ്റിയത്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾ വേദി അഴിച്ചു മാറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇത് അഴിച്ചു മാറ്റുന്ന മറ്റു കാര്യങ്ങൾ തിരക്കായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. ആ സമയത്താണ് അതിക്രമിച്ച് ഇങ്ങോട്ട് വരുന്നത്. പോലീസ് അക്രമികളെ അറസ്റ്റ് ചെയ്യല്ലേ വേണ്ടത്. TM പ്രതാപനും അലവിയും ചേർന്ന് ഗൂഢാലോചന നടത്തി ഇവിടെ ചാണകവെള്ളം തളിപ്പിക്കാനുള്ള ശ്രമമാണ്. ഇതിന് പറഞ്ഞു വിട്ട TM പ്രതാപനെ പുറത്ത് ഞങ്ങൾ ചാണകവെള്ളത്തിൽ ഞങ്ങൾ വെക്കും. കൂടുതൽ പോലീസ് എത്തി ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടയിൽ പോലീസ് നോക്കി നിൽക്കെ BJP യുവമോർച്ച പ്രവർത്തകർ വേദിക്ക് സമീപം കിടന്നിരുന്ന മരപ്പലകകളും ഇരുമ്പിന്റെയും മരത്തിന്റെയും തൂണുകളും എടുത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത്. മരത്തൂൺ പതിച്ച ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും മരപ്പലക കൊണ്ട് യുവമോർച്ചയുടെ പ്രവർത്തകനും പരിക്കേറ്റു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലീസിന്റെ ലാത്തിയടിയും കിട്ടി. പ്രവേശന കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്നാവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തി. പിന്നാലെ യൂത്ത് കോൺഗ്രസ് നേതാവ് കയ്യിൽ കരുതിയ ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷമായി. ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അറസ്റ്റിനിടെ കൂകി വിളിച്ച BJP യുവമോർച്ച പ്രവർത്തകർ വലിയ കല്ലുകൾ എടുത്തെറിഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കിയ ശേഷം ബാരിക്കേഡുകൾ നിരത്തി വേദിക്ക് പിന്നിലെ ക്ഷേത്ര മൈതാനത്തേക്കുള്ള കവാടം പോലീസ് അടച്ചു. ഇതോടെയാണ് സംഘർഷത്തിന് ശമനമായത്. TCV തൃശൂർ. കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് പിന്നോക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഈ മനോഭാവമാണ് മോദി പങ്കെടുത്ത തൃശൂരിലെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രേരിപ്പിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്രവിഭാഗക്കാരിയായ രാഷ്ട്രപതിയെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉപരാഷ്ട്രപതിയെയും കോൺഗ്രസ് തുടർച്ചയായി അധിക്ഷേപിക്കുന്നതിനും കാരണം വരേണ്യ മനോഭാവമാണ്.
നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരണ്യ മനസ്സ് ഒരിക്കലും തയ്യാറായിട്ടില്ല. നരേന്ദ്രമോദിജി ഒരു പിന്നോക്ക ജാതിക്കാരനാണ്, ഒരു പാവപ്പെട്ടവന്റെ മകനാണ്, ഒരു ചായ വിറ്റ് നടന്ന ഒരാളുടെ മകനാണ്. അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി എന്നുള്ളത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ വരണ്യ നേതൃത്വത്തിന് ഇന്ത്യയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ഈ വരണ്യ മനസ്സ് പിന്നോക്ക ജാതിക്കാർക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും രാജ്യത്ത് അധികാരം ലഭിക്കുമ്പോൾ അതിനോടുള്ള അസഹിഷ്ണുത കോൺഗ്രസ് ശക്തമായിട്ട് പ്രകടിപ്പിക്കും. മോദി പങ്കെടുത്ത മഹിളാ സമ്മേളനം വൻ വിജയമായതിലെ അങ്കലാപ്പിലാണ് കേരളത്തിലെ കോൺഗ്രസും CPM-ഉം. മോദിയുടെ ഗ്യാരണ്ടി വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ അവസരവാദമോ അല്ല, വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. മോദിയുടെ ഗ്യാരണ്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ള കോൺഗ്രസിന്റെയും CPM-ന്റെയും അവസരവാദ രാഷ്ട്രീയമല്ല. മോദിയുടെ ഗ്യാരണ്ടി വികസനത്തിനുള്ളതാണ്. മോദിയുടെ ഗ്യാരണ്ടി വ്യാജ ഫ്രീബീസിന്റെ സൗജന്യ വാഗ്ദാനങ്ങളല്ല. മോദിയുടെ ഗ്യാരണ്ടി രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്, ഇനി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ. മോദിയുടെ പരിപാടിയിലേക്ക് എത്തിയ വനിതകളെയും മാധ്യമപ്രവർത്തകരെയും സമ്മേളന വേദിയിലേക്ക് കടത്തിവിടാത്തത് കേരള പോലീസാണ്. എല്ലാ മാധ്യമപ്രവർത്തകരെയും അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കാൻ വലിയ ഗൂഢാലോചന നടന്നു. SPG അതിന് തടസ്സം നിന്നിട്ടില്ല. പക്ഷെ പോലീസ് അതിനൊരു നടപടിയും എടുത്തില്ല. PRDയും പോലീസും. മഹിളാ സമ്മേളനത്തിന് വന്ന നിരവധി വാഹനങ്ങൾ പോലീസ് തടഞ്ഞിട്ടു. പരമാവധി ആളുകൾ പങ്കെടുക്കാതിരിക്കാനുള്ള വഴിയാണ് പോലീസ് ആലോചിച്ചത്. പോലീസിൽ PFI ചാരന്മാരുണ്ടെന്ന പാർട്ടി ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാറിന്റെ പരാമർശത്തെ പിന്തുണച്ച സുരേന്ദ്രൻ തൃശൂർ MP പ്രതാപനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചു. കോൺഗ്രസിന്റെ കൂടെയുള്ള അതിന്റെ ഫോഴ്സ് തന്നെ PFI ആണല്ലോ. നിരോധിക്കപ്പെട്ട PFIയുടെ ആളുകൾ ഇപ്പോൾ വേഷം മാറി പ്രതാപന്റെ ശിങ്കിടികളായിട്ട് നടക്കുകയാണ്. ഇത് ആർക്കും അറിയില്ലെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള എലിമെന്റ്സിനെയാണ് ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ജനുവരി 27 മുതൽ മോദി ഗ്യാരണ്ടി പുതിയ കേരളത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തി BJP കേരള പദയാത്ര നടത്തും. കൂടാതെ ക്രിസ്മസിനോടനുബന്ധിച്ച് ആരംഭിച്ച സ്നേഹയാത്ര തുടർന്നു പോകുമെന്നും സുരേന്ദ്രൻ അറിയിച്ചു. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രബുൽ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. എരുമപ്പെട്ടി തയ്യൂരിൽ നായ കുറുകെ ചാടിയുണ്ടായ വാഹനാപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. തയ്യൂർ സ്വദേശി ചിറ്റാട്ടുകര വീട്ടിൽ സെബിയുടെ ഭാര്യ 46 വയസ്സുള്ള ഷീജയാണ് മരിച്ചത്. തയ്യൂർ ഗ്ലാസ് കമ്പനിയുടെ സമീപത്തായിരുന്നു അപകടം. നായ കുറുകെ ചാടിയതിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള മതിലിൽ ഇടിക്കുകയായിരുന്നു. സെബിയാണ് ബൈക്ക് ഓടിച്ചിരുന്നത്. പുറകിലിരുന്ന ഷീജയുടെ തല മതിലിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സെബിയുടെ പരിക്കുകൾ ഗുരുതരമല്ല. പുത്തൻപീടികയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചു. പുത്തൻപീടിക സ്വദേശി കുരുതുക്കുളങ്ങര 63 വയസ്സുള്ള ചാക്കോയാണ് മരിച്ചത്. കൈതമുക്ക് സെന്ററിലായിരുന്നു അപകടം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റിന്റെ കുറി കളക്ഷന് വേണ്ടി കൈതമുക്ക് സെന്ററിലെ ഷോപ്പിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. തൃശൂർ വാടാനപ്പള്ളി തൃപ്രയാർ റൂട്ടിൽ ഓടുന്ന ബട്ടർഫ്ലൈ ബസ്സാണ് ഇടിച്ചത്. രാജ്യത്ത് ശ്രദ്ധേയമായ രീതിയിൽ കേബിൾ TV, ഇന്റർനെറ്റ് മേഖലകളിൽ വളരെ ഉയരത്തിലെത്താൻ കേരള വിഷന് കഴിഞ്ഞെന്ന് KCCL ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് തൃശൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം വെട്ടുകാട് പുത്തൂർ റെസിഡൻസിയിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിസിനസ് എന്ന രീതിയിൽ നിന്നും മാറി ദീർഘവീക്ഷണത്തോടെയും നിയന്ത്രണ സംവിധാനങ്ങൾ വഴിയും സൂക്ഷ്മമായ വിശകലനത്തോടെയുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് കേരള വിഷന് ഇത്രയും വളർച്ച നേടാൻ കഴിഞ്ഞത്. അനുകൂലമായ സാഹചര്യമാണ് ഈ വിജയത്തിന്റെ പിന്നിൽ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് മികച്ച രീതിയിൽ സേവനം നൽകാൻ കേരള വിഷന് കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നോക്കിയാൽ 45% കൂടുതൽ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും K. ഗോവിന്ദൻ പറഞ്ഞു. COA മേഖലാ പ്രസിഡന്റ് VK നൈബി അധ്യക്ഷത വഹിച്ചു. COA മേഖലാ സെക്രട്ടറി MP തോമസ് പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ജിയോ ജോൺസൺ സാമ്പത്തിക റിപ്പോർട്ടും TP ഷിബു ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. എക്സിക്യൂട്ടീവ് മെമ്പർ MR അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേരള വിഷൻ ചെയർമാൻ നാസർ, KCCL ഡയറക്ടർ VP ബിജു, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് ജോസഫ്, സെന്റിനറി ടെലിവിഷൻ ചെയർമാൻ ആൻഡോ V. മാത്യു, സെന്റിനറി MD ബീന B. മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ മേഖലാ പ്രസിഡന്റായി MP തോമസിനെയും VK നൈബിയെ സെക്രട്ടറിയായും ജിയോ ജോൺസനെ ട്രഷററായും NL റപ്പായിയെ വൈസ് പ്രസിഡന്റായും MR അനിൽകുമാറിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. TCV ന്യൂസ് തൃശൂർ.
തൃശൂർ കുറ്റൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ. ജാസ്മിൻ ബിൽഡിംഗിലെ ഫാൻസി കടയ്ക്കാണ് തീപിടിച്ചത്. കൊട്ടേക്കാട് സ്വദേശി വെളുത്താത്ത് ശശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തിനശിച്ചത്. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് സമീപത്തെ മറ്റ് കടകളിലേക്ക് തീ പടരും മുൻപ് നിയന്ത്രണ വിധേയമാക്കിയത്. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി. പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നടി ആശാ ശരത്തിന്റെ നൃത്താവിഷ്കാരത്തോടെയാണ് കലാമേളയ്ക്ക് തുടക്കമായത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. 239 ഇനങ്ങളിലായി 14,000-ഓളം കലാപ്രതിഭകൾ മേളയുടെ ഭാഗമാകും. 24 വേദികളാണ് കലാപൂരത്തിനായി സജ്ജമാക്കിയിരിക്കുന്നത്. 59 ഇനങ്ങളിലാണ് ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ. മത്സര വിജയികൾക്ക് നൽകാനുള്ള 12,000 പുതിയ ട്രോഫികൾ തൃശൂരിൽ നിന്നാണ് തയ്യാറാക്കിയത്. ജില്ലാ കലോത്സവത്തിലെ മികവ് ആവർത്തിച്ച് കൊല്ലത്ത് കലാകിരീടം ലക്ഷ്യമിടുകയാണ് ജില്ലയിൽ നിന്നുള്ള മത്സരാർത്ഥികൾ. സവിശേഷതകൾ സാംസ്കാരിക രംഗത്ത് മാത്രമായി ഒതുങ്ങി നിൽക്കുന്നില്ല. അധിനിവേശ വിരുദ്ധ സമരങ്ങളിൽ കൊല്ലം നൽകിയ സംഭാവനകൾ മറക്കാവുന്നതല്ല. കുണ്ടറ വിളംബരം ഉൾപ്പെടെയുള്ളവ ഇന്ത്യാ ചരിത്രത്തിൻ്റെ തിളങ്ങുന്ന ഏടുകളിലൊന്നാണ്. നിർമ്മാണം സ്തംഭിച്ച കൊടുങ്ങല്ലൂർ കുറുക്കഞ്ചേരി റോഡ് നവീകരണം വെള്ളിയാഴ്ച പുനരാരംഭിക്കും. 20 കോടിയോളം കൂടി കുടിശ്ശിക വന്നതിനെ തുടർന്ന് നിർമ്മാണ കമ്പനി 2.5 മാസമായി പണികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇതിൽ 10 കോടി രൂപ നൽകിയതോടെയാണ് നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നത്. ഊരകം മുതൽ ആറാട്ടുപുഴ ഭാഗത്തേക്ക് തിരിയുന്ന തേവർ റോഡ് വരെയുള്ള 1.25 കിലോമീറ്റർ റോഡ് ആറാട്ടുപുഴ പൂരത്തിന് മുൻപ് കോൺക്രീറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. റോഡിന്റെ പകുതി വീതം 2 ഘട്ടങ്ങളിലായാണ് കോൺക്രീറ്റ് ചെയ്യുക. തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഊരകം, പല്ലിശ്ശേരി, തേവർ റോഡ് വഴി തിരിച്ചുവിടും. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. അതേസമയം കുറുക്കഞ്ചേരി മുതൽ പുച്ചിന്നിപ്പാടം വരെ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തെ വശങ്ങളിൽ കട്ടവിരിക്കൽ പൂർത്തിയായില്ല. പാലക്കൽ പാടം മുതൽ മാർക്കറ്റ് വരെയുള്ള ഭാഗവും നിർമ്മാണം തുടങ്ങാതെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. PT കുഞ്ഞുമുഹമ്മദ് ചെയ്തതെല്ലാം എണ്ണം പറഞ്ഞ സിനിമകളാണെന്ന് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞു. PT കുഞ്ഞുമുഹമ്മദിന്റെ സർഗയാത്രകളെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ ചേർന്നൊരുക്കിയ PT കലയും കാലവും എന്ന സാംസ്കാരിക മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സിബി മലയിൽ. PT അർഹിക്കുന്ന രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. സർക്കാരിന്റെ കീഴിലുള്ള ചലച്ചിത്ര അക്കാദമികൾ സിനിമാ മേഖലയിലുള്ളവർക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. മുഖ്യധാരയിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവരെ കൂടി ചേർത്ത് നിർത്താൻ അക്കാദമികൾക്കാകണമെന്നും സിബി മലയിൽ അഭിപ്രായപ്പെട്ടു. സംവിധായകൻ പ്രിയനന്ദനൻ അധ്യക്ഷത വഹിച്ചു. PS ഇക്ബാൽ, കലാമണ്ഡലം ക്ഷേമാവതി, ഇർഷാദ്, ഉമ്മർ തറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ ചലച്ചിത്ര പ്രദർശനങ്ങൾ, ഫോട്ടോ പ്രദർശനം, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സംവാദ സദസ്സുകൾ തുടങ്ങിയവ അരങ്ങേറും. കുപ്രസിദ്ധ ഗുണ്ടകളായ 2 പേരെ കാപ്പ ചുമത്തി നാടുകടത്തി. രാപ്പാൾ പള്ളം സ്വദേശി കല്ലായിൽ വീട്ടിൽ തക്കുടു എന്നറിയപ്പെടുന്ന അനീഷ്, പൊറത്തുശ്ശേരി സ്വദേശി കുന്നമ്പത്ത് വീട്ടിൽ അനൂപ് എന്നിവരെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. അനീഷ് 2 കൊലപാതക കേസുകളിലും കഞ്ചാവ് കേസിലും ഉൾപ്പെടെ 5ഓളം കേസുകളിൽ പ്രതിയാണ്. അനൂപ് കവർച്ചാ കേസുകളിലും കഞ്ചാവ് കേസുകളിലുമായി 6ഓളം കേസുകളിൽ പ്രതിയാണ്. പാലപ്പിള്ളി കുണ്ടായിയിൽ കാട്ടാന ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഹാരിസൺ കമ്പനിയുടെ കുണ്ടായി എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസർ വർഗീസിനാണ് പരിക്കേറ്റത്. കൈക്കും കാലിനും പരിക്കേറ്റ വർഗീസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുണ്ടായി 2ാം കാനയ്ക്ക് സമീപത്തായിരുന്നു സംഭവം. ചൊക്കനയിൽ നിന്ന് സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ വരികയായിരുന്ന വർഗീസിന്റെ മുന്നിലേക്ക് റോഡിലേക്കിറങ്ങിയ കാട്ടാന പാഞ്ഞടുക്കുകയായിരുന്നു. ആനയുടെ മുന്നിൽപ്പെട്ട ഇവർ ബൈക്ക് മറിഞ്ഞ് റോഡിൽ വീഴുകയായിരുന്നു. പരിക്കേറ്റ് റോഡിൽ കിടന്ന വർഗീസിന് നേരെ ആന വരുന്നത് കണ്ട് ഇരുവരും ഉറക്കെ കരഞ്ഞതോടെ ആന സമീപത്തെ തോട്ടത്തിലേക്ക് കയറി. ആനയുടെ മുന്നിൽപ്പെട്ട ഇരുവരും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. 30ഓളം ആനകളാണ് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. ആനക്കൂട്ടം റോഡ് മുറിച്ചു കടക്കുന്ന സമയത്താണ് ഇവർ മുന്നിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. മാളയിൽ സ്വകാര്യ ബസ് ജീവനക്കാരൻ ITI വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്തത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലായിരുന്നു സംഭവം. വിദ്യാർത്ഥിനികൾ ബസ്സിൽ കയറാതിരിക്കാൻ ജീവനക്കാരൻ വാതിലടച്ചത് ചോദ്യം ചെയ്തപ്പോഴാണ് അപമര്യാദയായി സംസാരിച്ചത് എന്നാണ് പരാതി. SFI പ്രവർത്തകർ വിദ്യാർത്ഥിനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. വിദ്യാർത്ഥിനികൾ മാള പോലീസിൽ പരാതി നൽകി. നിക്ഷിപ്ത താൽപര്യങ്ങൾക്കായി വാർത്തകൾ സൃഷ്ടിക്കുന്നവരാകരുത് മാധ്യമപ്രവർത്തകരെന്ന് ഗുരുവായൂർ നഗരസഭാ അധ്യക്ഷൻ M. കൃഷ്ണദാസ് പറഞ്ഞു. ഗുരുവായൂർ പ്രസ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമരംഗത്തെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്നും ചെയർമാൻ പറഞ്ഞു.
പ്രസ് ഫോറം ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ കേക്ക് മുറിച്ച് ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി കെ രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ആർട്ടിസ്റ്റ് നമ്പൂതിരി പുരസ്കാരം ലഭിച്ച ടി മുനേഷ്, റൂറൽ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ രാജേഷ് ബാബു, വീട്ടിക്കിഴി പുരസ്കാരം നേടിയ ടി ജയപ്രകാശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റായി കെ സുബൈർ, വൈസ് പ്രസിഡന്റായി ജോഫി ചൊവ്വന്നൂർ, സെക്രട്ടറിയായി കെ വിജയൻ മേനോൻ, ജോയിന്റ് സെക്രട്ടറിയായി ടി മുനേഷ്, ട്രഷററായി മനീഷ് ഡേവിഡ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചാലക്കുടി മേലൂർ കൂവക്കാട്ടുകുന്നിൽ കോഴിഫാമിൽ കുറുക്കന്മാരുടെ ആക്രമണത്തിൽ 200ഓളം കോഴികൾ ചത്തു. കൂവക്കാട്ടുകുന്ന് മേച്ചേരി പോളിയുടെ 25 ദിവസം പ്രായമുള്ള കോഴികളാണ് ചത്തത്. 5000 കോഴികളുള്ള 2 ഷെഡുകളാണ് ഫാമിലുള്ളത്. ഇതിലൊന്നിൽ മുൻഭാഗത്തെ ഗ്രില്ല് ഇട്ടിരുന്നില്ല. ഇതിലൂടെയാണ് കുറുക്കന്മാർ അകത്ത് കടന്നത്. 15 ദിവസം കൂടി കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് വളർച്ചയെത്തിയ കോഴികളാണ് കുറുക്കന്റെ ആക്രമണത്തിനിരയായത്. പരിസരത്തെ 5 വീടുകളിലെ നാടൻ കോഴികളെ കുറുക്കന്മാർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വകവരുത്തിയിരുന്നു. പ്രളയത്തിനു ശേഷം കൂവക്കാട്ടുകുന്ന് പ്രദേശത്ത് കുറുക്കന്മാരുടെ ശല്യം വ്യാപകമായിരിക്കുകയാണ്. ചിരട്ടയിൽ കരകൌശല വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് ദേശമംഗലം വട്ടപ്പറമ്പിൽ വീട്ടിൽ ചന്ദ്രശേഖരൻ. പ്രായമായെന്ന് കരുതി വീട്ടിൽ വെറുതെ ഇരുന്ന് ടിവിയും മൊബൈലിലും സമയം കളയാൻ ഇദ്ദേഹം ഒരുക്കമല്ല. ചന്ദ്രശേഖരന്റെ കരവിരുതിൽ ചിരട്ടയിൽ വിരിയുന്ന അത്ഭുത കാഴ്ചകൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. നിലവിളക്ക്, കാൽവിളക്ക്, ഗ്ലോബിന്റെ രൂപം, അലാവുദ്ദീനും അത്ഭുത വിളക്കും, മയിൽ, ആമ, വണ്ടി, അങ്ങനെ നിരവധി രൂപങ്ങളാണ് ഈ കൈകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത്. പ്രശസ്ത കവി ദേശമംഗലം രാമകൃഷ്ണന്റെ സഹപാഠിയാണ് ഇദ്ദേഹം. ബാംഗ്ലൂർ കേരള സമാജം വകുപ്പിലും വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നിരവധി നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ നിരവധി കവിതകളും എഴുതിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നം കാരണം ഇവയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അവസരം കിട്ടിയാൽ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ഭാര്യ പാർവതിയും 2 മക്കളും കലാ അഭിരുചിക്ക് പിന്തുണ നൽകുന്നുണ്ട്. TCV ന്യൂസ്, ചെറുതുരുത്തി. മാള പൊയ്യം തിരുത്തുമുറിയിൽ മുറ്റമടിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ അയൽക്കാരൻ കോടാലി കൊണ്ട് തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. അരീക്കാട്ട് ദേവകിക്കാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ദേവകിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസി കൊളപ്പറമ്പിൽ അനിൽ മാള പോലീസിൽ കീഴടങ്ങി. കൂലിപ്പണിക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അനിലും ഭാര്യയും വഴക്കിടുന്നത് ദേവകി കണ്ടിരുന്നു. തുടർന്ന് വീട്ടിലെത്തി മുറ്റമടിക്കുമ്പോഴാണ് കോടാലിയുമായി എത്തിയ അനിൽ ആക്രമിച്ചത്. പോലീസിൽ കീഴടങ്ങിയ പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലി വീടിന്റെ പിന്നിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. അമേരിക്കയിലെ ആയോവ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 14-അംഗ സംഘം പുല്ലഴി കോൾപ്പടവ് സന്ദർശിച്ചു. അയോവ യൂണിവേഴ്സിറ്റിയിലെ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്റെ സ്റ്റഡി എബ്രോഡ് സെന്ററിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അജയ്, ആലിസൺ റോബ്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. പുല്ലഴി കോൾപ്പടവ് ഭാരവാഹികൾ സംഘാടകർക്ക് സ്വീകരണം നൽകി. Fully submerged in water. Okay, and the government officials irrigation in that reference to full okay, then 60 the government യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ യാത്ര നടത്തിയ ഉല്ലാസ ബോട്ട് ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്ത് പിഴ ചുമത്തി. ഏങ്ങണ്ടിയൂർ സ്വദേശി നാരായണദാസിന്റെ ഉടമസ്ഥതയിലുള്ള ഓസ്ട്രിച്ച് ക്രൂയിസ് എന്നു പേരുള്ള ഇരുനില ഉല്ലാസ ബോട്ടാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്ത് പിഴ ചുമത്തിയത്. അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് മുനിക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് ഉല്ലാസ ബോട്ട് യാത്ര നടത്തിയിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. സാറ്റലൈറ്റ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ഉല്ലാസ ബോട്ട് കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ ഹെലികോപ്റ്റർ എത്തി പരിശോധിച്ചിരുന്നു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ലിസിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ബോട്ട് പിടികൂടിയത്.
വർഷങ്ങൾ നീണ്ട ദുരിതയാത്രയ്ക്ക് ശേഷം പുല്ലഴി നിവാസികൾക്ക് ആശ്വാസമായി ഒളരി പുല്ലഴി റോഡിന്റെ ടാറിംഗ് തുടങ്ങി. ഒളരി സെന്റർ മുതൽ വായനശാല വരെയുള്ള ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണ് 5.5 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തുന്നത്. ടാറിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് 12 മീറ്റർ വീതിയിൽ ടാർ ചെയ്ത് റോഡ് നവീകരിക്കാനാണ് പദ്ധതിയിട്ടതെങ്കിലും ഒഴിപ്പിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയതോടെ വികസന പ്രവർത്തനങ്ങൾ അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. തുടർന്നാണ് സ്ഥലം എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് 5.5 മീറ്റർ വീതിയിൽ റോഡ് ടാർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇനി വാണിജ്യം. പൂരങ്ങളുടെ നാട്ടിൽ ഏറ്റവും വലിയ ഹാർഫെസ്റ്റ് കാർണിവൽ അവതരിപ്പിക്കാൻ മണ്ണുത്തിയിൽ ഒരുങ്ങി സെഡാർ. സെഡാർ റീറ്റെയിൽസും ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കും സംയുക്തമായി ജില്ലയിൽ അവതരിപ്പിക്കുന്ന ഹാർഫെസ്റ്റ് ആണ് ജനുവരി 12, 13, 14 തീയതികളിൽ മണ്ണുത്തി മേൽപ്പാലത്തിന് സമീപം ഹെബ്രോൺ നഗറിൽ ഒരുക്കുന്നത്. 50ഓളം സ്റ്റാളുകൾ, ഫുഡ് സ്ട്രീറ്റ്, ഗെയിംസ്, കുട്ടികൾക്കുള്ള ഗെയിംസ് ഏരിയ കൂടാതെ എല്ലാ ദിവസങ്ങളിലും പ്രമുഖരുടെ കലാവിരുന്നുകൾ ഒരുക്കിയതായി സെഡാർ റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ അലോക് തോമസ് പോൾ പറഞ്ഞു. സമൂഹത്തിലെ കർഷകരുടെയും ഉൽപാദകരുടെയും വീട്ടമ്മമാരും ഉൽപ്പാദിക്കുന്ന പ്രോഡക്റ്റുകളും എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഹാർഫെസ്റ്റ് എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളെ ഏവരെയും ഹാർഫെസ്റ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രശസ്ത ഗായിക റിമി ടോമി നയിക്കുന്ന സംഗീത വിരുന്ന്, പ്രശസ്തർ നയിക്കുന്ന സംഗീത ബാൻഡുകൾ, 13-ന് പ്രശസ്ത ഗായിക സിത്താര നയിക്കുന്ന സംഗീത വിസ്മയം, 14-ന് തേക്കിൻകാട് ബാൻഡിന്റെ സംഗീതം, പാലാപ്പള്ളി ഫെയിം അതുൽ നറുങ്കരയുടെ മാജിക് തുടങ്ങി ഫെസ്റ്റ് ഏവർക്കും നവ്യാനുഭവമായി മാറും. ഈ വലിയ ഹാർഫെസ്റ്റിൽ ചെറുതും വലുതുമായ ബിസിനസ് പങ്കാളികൾക്കും ഷോപ്പിംഗ് സോണുകൾക്കും ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് എക്സ്പോർട്ടുകൾക്കും വിവിധ സ്റ്റാൾ വെണ്ടർമാർക്കും ഭാഗമാകാം. കൂടുതൽ വിവരങ്ങൾക്ക് 9072603125 7034828282. ഓമനമൃഗങ്ങളായ നായ്ക്കളുടെയും പൂച്ചകളുടെയും സൗന്ദര്യ പരിപാലന പരിചരണ രംഗത്ത് വിശ്വസ്തമായ സേവന പാരമ്പര്യമുള്ള മണ്ണുത്തിയിലെ പെട്രിക്സ് പെറ്റ് ഗ്രൂമിംഗ് സ്റ്റുഡിയോ നവീന സൗകര്യങ്ങളോടുകൂടി വിയ്യൂർ പാലത്തിന് സമീപം കൃഷ്ണ ബിൽഡിംഗിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. വിയ്യൂർ കൃഷ്ണ ബിൽഡിംഗിൽ ആധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച പെട്രിക്സ് പെറ്റ് ഗ്രൂമിംഗ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. സിനിമറ്റോഗ്രാഫർ ജിത്തു ദാമോദർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കോർപ്പറേഷൻ കൗൺസിലർ NV രാധിക, പെട്രിക്സ് പെറ്റ് ഗ്രൂമിംഗ് സ്റ്റുഡിയോ പാർട്ണർമാരായ അഞ്ജലി മോഹൻ M, സോനു ഗ്ലാഡ്സൺ, കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഓമന മൃഗങ്ങളായ നായ്ക്കളുടെയും പൂച്ചകളുടെയും ഉടമസ്ഥരുടെ അഭിരുചിക്കിണങ്ങും വിധം ജനുസുകൾക്ക് അനുയോജ്യമായ ശാസ്ത്രീയ രീതിയിലുള്ള മെഡിക്കേറ്റഡ് ബാത്ത്, സ്പാ ബാത്ത്, മസാജിംഗ്, ഡീമാറ്റിംഗ്, ഡീഷെഡിംഗ്, ഹെയർ ട്രിമ്മിംഗ് ആൻഡ് കട്ടിംഗ്, ഷോ കട്ടിംഗ്, ഐ ആൻഡ് ഇയർ ക്ലീനിംഗ്, നെയിൽ ക്ലിപ്പിംഗ് ആൻഡ് ഗ്രൈൻഡിംഗ് തുടങ്ങിയ സേവനങ്ങളും ഓമന മൃഗങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളും മറ്റ് അനുബന്ധ സാമഗ്രികളും ഇവിടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7736100330 7907282614. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പ്രധാനമന്ത്രി പ്രസംഗിച്ച സ്ഥലത്ത് ചാണകവെള്ളം തളിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ ശ്രമം യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞു. കോൺഗ്രസിന്റെ വരേണ്യ മനസ്സാണ് പിന്നോക്ക വിഭാഗക്കാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അംഗീകരിക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഗൂഢാലോചന നടന്നതായും സുരേന്ദ്രൻ. എരുമപ്പെട്ടി തയ്യൂരിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച യുവതിക്ക് ദാരുണാന്ത്യം. പുത്തൻ പീടികയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു.
രാജ്യത്ത് ശ്രദ്ധേയമായ രീതിയിൽ കേബിൾ TV, ഇന്റർനെറ്റ് മേഖലകളിൽ വളരെയേറെ ഉയരത്തിലെത്താൻ കേരള വിഷന് കഴിഞ്ഞെന്ന് KCCL ചെയർമാൻ കെ ഗോവിന്ദൻ. ദീർഘവീക്ഷണവും സൂക്ഷ്മമായ വിശകലനത്തോടെയുള്ള പ്രവർത്തനവുമാണ് കേരള വിഷന് വളർച്ച നേടാൻ കഴിഞ്ഞതെന്നും ഗോവിന്ദൻ. തൃശൂർ കുറ്റൂരിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ അഗ്നിബാധ. ഫാൻസി ഷോപ്പ് പൂർണ്ണമായും കത്തിനശിച്ചു. 5 ലക്ഷം രൂപയുടെ നഷ്ടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.